ഇന്ന് നമ്മൾ ഒരു സദ്യ കഴിക്കാൻ പോയ ഒരു ക്രേവിങ്ങിൻ്റെ കഥയാട്ടോ പറയുന്നത്. കുറച്ചോളം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തോരം ഫുഡായിരുന്നു. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിനിടക്ക് ഇത്രയും കറികൾ കൂട്ടിയിട്ട് ഫുഡ് വയ്ക്കുന്നത്. സദ്യ ഭയങ്കര ടേസ്റ്റായിരുന്നു. നമുക്ക് ബോളിയും പായസവും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കേക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയായി. അങ്ങനെ ഞാൻ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു. ചോക്ലേറ്റ് കേക്കാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഇതിന് മുന്നേ ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ചോക്ലേറ്റ് കേക്കിനോട് വല്ലാത്തൊരു ഒരു 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 ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ എനിക്ക് ഇത് അതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുകയല്ല, കുറച്ചും കൂടി നല്ല എന്താ പറയുക, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ വലിപ്പത്തിൽ നല്ല രസത്തിൽ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായി ഈ കേക്കിന്. പിന്നെ ഞാൻ ഇച്ചിരി മധുരം കൂടുതലിട്ട് ഉണ്ടാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് അതിന് മധുരം കുറച്ച് കുറവായിരുന്നു. പിന്നെ ഇത് പക്ഷേ പെർഫെക്റ്റായിട്ട് വന്നു. അതായത് പ്രൊഫഷണൽ രീതിയൊന്നും അല്ല, നടുക്കൊരു കുഴിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കേക്കിലും അങ്ങനെ വരും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. നടുക്കൊരു വലിയൊരു കുഴി ഉണ്ടാവും. ഞാൻ എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ആ പീസൊക്കെ ഇല്ലേ, ആ പീസൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് പോയി തൊട്ട് വെക്കുന്നു സോഫ്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ തൊട്ട് നോക്കിയത്. ചൂടാറുന്നതിന് മുന്നേ തൊട്ട് നോക്കിയത്. അപ്പോൾ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ മേലെ കുറച്ച് ഗനാഷ്, ഞാൻ ഇതിനകത്ത് യൂട്യൂബൊക്കെ ഉണ്ടാക്കിയാണ്. യൂട്യൂബിൽ ഒരു പേര് മറന്നുപോയി, ഒരു യൂട്യൂബ് വീഡിയോയിൽ അത് നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനും അമ്മയും ഒക്കെ കൂടി മുറിച്ചിട്ട്, എനിക്ക് അനിയനുണ്ട്, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മുറിച്ചിട്ട് ഇത് നന്നായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു. എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് 2 പേർക്ക് കൊടുത്തു. അപ്പം അതാണ് എൻ്റെ കേക്ക് കഴിക്കൽ ദിവസം. അത് വളരെ നല്ലതായിരുന്നു. പിന്നെ ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ കേക്കായിരുന്നല്ല. അപ്പോൾ നമ്മൾ സമയം എടുത്താൽ കഴിച്ചേ, കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് കഴിച്ച് തീർത്തേക്ക്. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാമല്ലോ, അത് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്ത് ടെക്സ്ചറാണ് കേക്കിന്. അങ്ങനെ